ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. Find the values of other 5 trigonometric functions in exercise 1 to 5. എക്സസൈസിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ 5 ചോദ്യങ്ങളിലും ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അഥവാ നമ്മുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഏതൊക്കെയാ? സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇങ്ങനെ 6 നമുക്കിതിലുള്ളത്. ഇവിടെ ഫസ്റ്റത്തേൽ നമുക്ക് കോസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി 5 കാണണം. രണ്ടാമത്തേൽ സൈന് തന്നിട്ടുണ്ട്, ബാക്കി 5 കാണണം. 3 കോട്ട് തന്നിട്ടുണ്ട്, ബാക്കി 5 കാണണം. 4 സീക്ക് തന്നിട്ടുണ്ട്, 5 ടാന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോസ് എക്സ് എടുക്കാം. ഒന്നാമത്തെ ചോദ്യം, കോസ് എക്സ് ഈക്വൽ ടു -1/2. എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ആദ്യം എന്താണ് ഈ ക്വാഡ്രന്റ്, എന്തൊക്കെയാണ് ക്വാഡ്രന്റുകളിൽ വരുമ്പോൾ ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം അനുസരിച്ച് ഒരു പ്ലെയിൻ സർഫേസിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് നമ്മളുടെ തേർഡ് ക്വാഡ്രന്റ്, ഇത് നമ്മളുടെ ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മളിവിടെ ഓരോ ലെറ്ററുകൾ പഠിക്കാൻ പോവാണ്. A, S, T, C. ഇതിന് നമ്മളൊരു ഷോർട്ട് ഫോം പഠിക്കാം. നമുക്ക് ഒരു ഷോർട്ട് ഫോം എങ്ങനെയാണ്? all students take coffee. All students take coffee. ഈ ഒരു ഷോർട്ട് ഫോം നമ്മൾ പഠിച്ചു വെക്കുക. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ, അവിടെ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. അഥവാ ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ് ആണ്, സ്റ്റുഡൻറ് എസ് ആണ്. അവിടെ സൈനിൻ്റെ റെസിപ്രോക്കലുമായിട്ടുള്ള കൊസീക്കും പോസിറ്റീവായിരിക്കും. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടേക്ക് ടാനിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടും പോസിറ്റീവായിരിക്കും. നാലാമത്തത് സി, കോസിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും പോസിറ്റീവായിരിക്കും. ഓക്കെ, ഞാനിവിടെ കറക്റ്റായിട്ടൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. ഓൾ ആർ പോസിറ്റീവ്. രണ്ടാമത്തേൽ സ്റ്റുഡൻസ്, ഓൾ സ്റ്റുഡൻസ്, സൈനിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും. മൂന്നാമത്തേൽ ടേക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലായ കോട്ടും. കോഫി, സി, കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കും. ഇതാണ് നമുക്ക് പോസിറ്റീവുകൾ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോകണ്ടോ. നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെന്നുള്ളത് നമുക്കറിയാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇതിൽ കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കോസിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് കോസിൻ്റെ വാല്യൂ? അത് -1/2 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് -1/2ൻ്റെ സ്ക്വയർ +1 എന്ന് വരും. മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അതെന്താവും? പോസിറ്റീവ് ആവും. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇനി ഈ 1/4നെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കണം. അപ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഇനി ക്രോസ് ചെയ്യുക. 1 × 4 4 -1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 4 1 പോയാൽ 3 ആണ്, അപ്പോൾ 3/4 എന്ന് വരും. ഇനി സ്ക്വയർ കളയാൻ നമ്മൾ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരും? +or-3/4 എന്ന് വരും. 3ക്ക് റൂട്ട് ഇല്ലാത്തത് കൊണ്ട് അത് √3 തന്നെ കൊടുക്കുക. 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ +or-√3/2 എന്ന് വരും. +or-√3/2 എന്ന് വരും. ഇനി നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ ഈ കോസ് എവിടെ കിടക്കുന്നത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു. തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ സൈന് നെഗറ്റീവാണ്. ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, ഇവിടെ ആരൊക്കെയാ പോസിറ്റീവ്? ടാനും കോട്ടും ആണ് പോസിറ്റീവ്. ആരൊക്കെയാ പോസിറ്റീവ്? ടാനും കോട്ടും ആണ് പോസിറ്റീവ്. പക്ഷെ അത് സൈനാണ്, അപ്പോൾ സൈന് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ വാല്യൂ എത്രയാ? -√3/2. -√3/2 അതാണ് നമ്മളുടെ സൈനിൻ്റെ വാല്യൂ. ഓക്കെ,
ദെൻ അടുത്ത് നമ്മൾ ടാൻ എടുക്കുകയാണ്. ടാനിന് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത്. ഇതിൽ സൈനിൻ്റെ വാല്യൂ നമുക്കറിയാം, കോസിൻ്റെ വാല്യൂ നമുക്കറിയാം. അതിവിടെ കൊടുക്കുക. സൈനിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -√3/2 ആണ്. കോസ് -1/2 എന്ന് തന്നിട്ടുണ്ട്. രണ്ടും നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ക്യാൻസൽ ആവും. രണ്ട് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവുമല്ലോ. അപ്പോൾ ആ നെഗറ്റീവ് പോയാണ്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതും. ആദ്യത്തെ ഫ്രാക്ഷൻ ഏതാ? √3/2. അപ്പോൾ അത് √3/2. ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. 1/2 എന്താവും? 2/1 ആവും. ഇതിലെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാണ്ട് √3/1 √3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടാൻ എക്സ് √3 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ റെസിപ്രോക്കൽ കാണാം. സൈന് കിട്ടി, കോസ് കിട്ടി, ടാൻ കിട്ടി. അടുത്തത് കോട്ട് 1/tan ആണ്. ടാൻ √3 ആണെന്നുണ്ടെങ്കിൽ കോട്ട് എന്തായിരിക്കും? 1/√3 ആയിരിക്കും. ഓക്കെ, അടുത്തത് സീക്ക് 1/cos ആണ്. കോസ് -1/2 ആണ്. അപ്പോൾ 1/-1/2 തിരിച്ചിടുമ്പോൾ 1 × -2/1 എന്ന് വരും. 1ഉം 1ഉം പോയി ആൻസർ എന്താവും? -2 എന്നാവും. ഓക്കെ, അടുത്തത് കൊസീക്ക് -1/sin ആണ്. അപ്പോൾ 1/sin ആണ്, മൈനസ് അല്ല. 1/-√3/2 വരും. അപ്പോൾ 1 × 2/-√3 എന്ന് വരും. 1 × 2 ആണ്, -√3 വരും. അപ്പോൾ -2/√3 എന്ന് വരും. കാണോ, -2/√3. ഇപ്പം നമുക്ക് എല്ലാം കിട്ടിയില്ലേ? കോസ് എക്സ് -1/2 ആണ്. ദെൻ സൈൻ എക്സ് -√3/2 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ടാൻ എക്സ് √3 ആണ്. കോട്ട് എക്സ് 1/√3 ആണ്. സീക്ക് എക്സ് -2 ആണ്. കൊസീക്ക് എക്സ് -2/√3 ആണ്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ഓരോന്നും കൂടി കണ്ടുപിടിക്കാൻ പോവാണ്. അടുത്തത് സൈൻ എക്സ് = 3/5. എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇക്വേഷൻ തന്നെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് = 1. സൈൻ എക്സ് 3/5 ആണ്. അപ്പോൾ 3/5ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്രയാ? 9 ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25 ആണ്. ഓക്കെ, ഈ 9/25 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. പ്ലസ് ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. ദെൻ 1 × 25 25 -9. 1 × 25 25 -9/25 എന്ന് കിട്ടും. 25 മൈനസ് ചെയ്താൽ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ 16/25 ആണ് കോസ് സ്ക്വയർ എക്സ്. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പോൾ കോസ് എക്സ് = √16/25. ഓക്കെ, 16ൻ്റെ റൂട്ട് എത്രയാണ്? 4 ആണ്. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 ആണ്. അപ്പോൾ 4/5 എന്ന് കിട്ടും. കോസ് എക്സ് = ±4/5 എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇതേത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡിൽ ആരൊക്കെ പോസിറ്റീവ്? സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. ഇത് കോസ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. ഇതെന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? -4/5 എന്ന് വരും. ഓക്കെ, ഇനി സൈന് കിട്ടി, കോസ് കിട്ടി. അടുത്ത് ഞാൻ ആരെ കാണാം? ടാന് കാണാം. സൈൻ ബൈ കോസ്. സൈനിൻ്റെ വാല്യൂ 3/5 ആണ്. കോസിൻ്റെ വാല്യൂ -4/5 ആണ്. അപ്പോൾ അതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. 3/5 അതേപോലെ ഇതാ ഇൻറ്റു -4/5 എന്താവും? -5/4 ആവും. ഈ 5ഉം 5ഉം ഇവിടുന്ന് ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ -1 ആവും, ഇവിടെ 1 ആവും. 3 × -1 എത്രയാ? -3. 1 × 4 4. അപ്പോൾ -3/4 എന്ന് കിട്ടും. സൈനായി, കോസായി, ടാനായി. ഇനി ഇത് ഓരോന്നിൻ്റെയും റെസിപ്രോക്കൽ കാണാം. കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin ആണ്. അപ്പോൾ 1/3/5 എന്ന് വരും. ഓക്കെ, അതിനെ തിരിച്ചിടുമ്പോൾ എങ്ങനെ വരും? 1 × 5/3 എന്നാണ് വരിക. 1 × 5 5/3 എന്ന് വരും. അപ്പോൾ 3/5 എന്താവും? 5/3 ആവും. കണ്ടോ? അടുത്ത് സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 1/cos എത്രയാ? -4/5. അതിനെ തിരിച്ചിടുമ്പോൾ എന്താവും? -4/5 എന്താവും? -5/4 ആവും. ഓക്കെ, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനല്ലേ കിട്ടുക. ഓക്കെ, അടുത്ത് കോട്ട് 1/tan ആണ്. ടാനിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത് -3/4 ആണ്. അതിനെ തിരിച്ചിടുമ്പോൾ എന്താവും? -4/3 ആവും. ഓക്കെ, അപ്പോൾ സൈനായി 3/5, കോസായി -4/5, ടാന് -3/5. ഇനി ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കലാണ് നമുക്കുള്ളത്. കൊസീക്ക് 5/3 വരും, സീക്ക് -5/4 വരും, കോട്ട് -4/3 വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കാൻ പോവാണ്.
കോട്ട് എക്സ് ഈക്വൽ ടു 3/5. കോട്ട് എക്സ് ഈക്വൽ ടു 3/5. ഓക്കെ, ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഐഡന്റിറ്റിയാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. 1 + കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ കോട്ടിൽ നിന്ന് നമുക്കൊരു ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തതിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1 + കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ ആണ്. അതിൽ കോട്ടിന്റെ സ്ഥാനത്ത് നമ്മൾ 3/4 കൊടുത്തു. 3ന്റെ സ്ക്വയർ എത്രയാ? 9. 4ന്റെ സ്ക്വയർ 16. ഇനി ഇത് ക്രോസ് ചെയ്യാം. 1 × 16 16 + 9 / 16. 16ലോട്ട് 9 കൂട്ടിയാൽ എത്ര കിട്ടുക മക്കളെ? 16ലോട്ട് 9 കൂട്ടിയാൽ എത്ര കിട്ടുക? 25 കിട്ടും. എത്ര കിട്ടും? 25/16. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം, അപ്പോൾ ± റൂട്ട് വരും. 25ന്റെ റൂട്ട് 5 ആണ്, 16ന്റെ റൂട്ട് 4 ആണ്. ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡിൽ ടാനും കോട്ടും ആണ് പോസിറ്റീവ്, ഇത് കൊസീക്ക് ആണ്, അപ്പോൾ ഇത് നെഗറ്റീവ്. അപ്പം -5/4. അപ്പം എത്ര കിട്ടും? -5/4 കൊസീക്ക് കിട്ടി. ഇനി കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin ആണ്. കൊസീക്ക് പറഞ്ഞാൽ എന്താണ്? 1/sin ആണ്, അല്ലേ? അപ്പം ഈ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരും. ഇത് ഹരിക്കാനാണല്ലോ. ഈ ഡിവൈഡ് ചെയ്യാനുള്ള സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി ഈ കൊസീക്കിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ സൈൻ ഈക്വൽ ടു എന്ത് കിട്ടി? 1/കൊസീക്ക് എന്ന് കിട്ടി. കൊസീക്ക് -5/4 ആണ്, അതിവിടെ കൊടുക്കുക. അപ്പോൾ അതിനെ തിരിച്ചിടണ്ടേ? 1/- -5/4 എന്ന് പറയുമ്പോൾ തിരിച്ചിടുമ്പോൾ എന്താവും? -4/5 ആവും. അപ്പോൾ സൈനിൻ്റെ വാല്യൂ കിട്ടി, അല്ലേ? ഇനി അടുത്ത് കോട്ട് നമുക്ക് തന്നിട്ടുണ്ട് 3/4 ആണ്. ആ കോട്ട് എന്ന് പറയുന്നത് ടാനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 1/tan ആണ് കോട്ട്. ആ ടാനിനെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ tan x × കോട്ട് എക്സ് ഇതാണ്. ടാൻ ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോൾ ഗുണിക്കാനോ. ഇനി ഈ കോട്ടിനെ അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ tan x = 1/കോട്ട് എന്നായി. കോട്ട് എന്താണ്? 3/4. അതിനെ തിരിച്ചിടുമ്പോൾ എന്താവും? 4/3 ആവും. ഓക്കെ, ഇനി tan x കാണാനുള്ള ഇക്വേഷൻ sin x/cos x ആണ്. അതിൽ ഈ cos x അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യാനുള്ള കോസ് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. കണ്ടോ? ഇനി നമുക്ക് കാണേണ്ടത് കോസിനെയാണ്. സൈൻ നമ്മളുടെ കയ്യിലുണ്ട്, ടാൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ടാനിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ sin x/tan x എന്നാവും. sin x-ന്റെ വാല്യൂ എത്രയാ? -4/5. tan x-ന്റെ വാല്യൂ എത്രയാ? 4/3. ഓക്കെ, ഇനി തിരിച്ചിട്ടിട്ട് ഗുണിക്കണം. ഫസ്റ്റത്തത് അതേപോലെ എഴുതും, രണ്ടാമത്തെ ഇൻറ്റു എന്നിട്ടിട്ട് 4/3 എന്താവും? 3/4 ആവും. ഈ 4ഉം 4ഉം എന്തായി പോവും? വെട്ടിപ്പോവും. ബാക്കി -3/5. cos x കിട്ടിയ എത്രയാ? -3/5. അടുത്ത സീക്ക് എക്സ്. 1/cos ആണ് സീക്ക്. 1/cos ആണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോസിന്റെ വാല്യൂ, കോസ് എത്രയാ? -3/5. അപ്പോൾ അതിനെ തിരിച്ചിടുമ്പോൾ എന്താവും? -5/3 ആവും. ഓക്കെ, ദെൻ സൈന് -4/5 അത് നമുക്ക് കിട്ടി. ദെൻ കോസ് നമുക്ക് കിട്ടി -3/5. ടാൻ നമുക്ക് കിട്ടി 4/3. ഇനി ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കലുകളാണ്, അല്ലേ? കൊസീക്ക് എന്ന് പറയുന്നത് സൈനിൻ്റെ റെസിപ്രോക്കൽ -5/4 ആവും. സീക്ക് -5/3 ആവും. കോട്ട് 3/4 ആവും. ഓക്കെ, അടുത്ത് നാലാമത്തെ വരുന്നത് ഇങ്ങനെയാണ്. സീക്ക് എക്സ് ഈക്വൽ ടു 13/5. സീക്ക് എക്സ് എന്ന് പറയുന്നത് 13/5 ആണ്. എക്സ് കിടക്കുന്നത് 4th ക്വാഡ്രന്റിലാണ്. എക്സ് എത്രാമത്തെ ക്വാഡ്രന്റിലാണ്? 4th ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. 4th കോസും സീക്കും ആണ് പോസിറ്റീവ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos ആണ്. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos ആണ് സീക്ക് എന്ന് പറയുന്ന ആള്. ഇവിടെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ cos x, ഈ കോസിനെ ഞാൻ ഇപ്പുറത്ത് കൊടുന്നു. cos x × sec x = എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി ഈ sec x-നെ അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ cos x = 1/sec x എന്നാവും. sec 13/5 ആണ്. അപ്പോൾ 1/13/5 എന്ന് കിട്ടും. അതിനെ തിരിച്ചിടുമ്പോൾ എന്താവും? 5/13 ആവും. ഓക്കെ, അപ്പോൾ കോസ് കിട്ടി. ഇനി ആരെ കാണാം? നമുക്ക് സൈന് കാണാം. അതിന് sin² + cos² x = 1 എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്തു. കോസിന്റെ വാല്യൂ അതിൽ കൊടുത്തു 5/13. 5ന്റെ സ്ക്വയർ എത്രയാ? 25 ആണ്. 13ന്റെ സ്ക്വയർ എത്രയാ? 169 ആണ്. ഈ 25/169 അപ്പുറത്ത് കൊണ്ടുവരിക. പോസിറ്റീവ് ഇപ്പുറം വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ, എല്ലാ ആൻസറോടെ വന്നു, അല്ലേ? ഇതിനെ ക്രോസ് ചെയ്ത് നോക്കിക്കോട്ടോ. 1 × 169 169 -25/169. 169 25 പോയാൽ 144 കിട്ടും. ബൈ 169. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. 144ന്റെ റൂട്ട് 12 ആണ്. 169ന്റെ റൂട്ട് 13 ആണ്. ഇനി സൈന് ± എന്നാണ് വരിക. റൂട്ട് എടുക്കുമ്പോൾ ± വരും. ഇനി ഇത് കിടക്കുന്നത് 4th ക്വാഡ്രന്റിലാണ്. 4th കോസും സീക്കും ആണ് പോസിറ്റീവ്. അപ്പോൾ സൈൻ എന്താണ്?
നെഗറ്റീവാണ്. അതുകൊണ്ട് സൈൻ എക്സ് ഈക്വൽ ടു -12/13 എന്ന് വരും. സൈനായി കോസായി ഇനി ആരെ കാണുക? ടാൻ കാണുക. ടാൻ എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈനിൻ്റെ വാല്യൂ -12/13 ആണ്, അത് കൊടുത്തു. കോസിൻ്റെ വാല്യൂ 5/13 ആണ്, അതും കൊടുത്തു. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? -12/13 അതേപോലെ എഴുതി. 5/13 എന്താവും? ഇൻറ്റു 13/5 ആവും. ഇവിടെ നിന്ന് ഈ 13 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി എന്താ ഉള്ളത്? -12/5 എന്നുണ്ട്. അപ്പോൾ ടാനും ആയി അല്ലേ? സൈനായി, കോസായി, ടാനായി. ഇനി അടുത്ത് കൊസീക്ക്. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ്. സൈന് -12/13 ആണെന്നുണ്ടെങ്കിൽ കൊസീക്ക് എന്തായിരിക്കും? -13/12 ആയിരിക്കും. അതിനെ തിരിച്ചിടണം അല്ലേ? -13/12 കണ്ടോ? ദെൻ സീക്ക് എന്ന് പറയുന്നത് 1/cos ആണ്. കോസ് 5/13 ആണെന്നുണ്ടെങ്കിൽ സീക്ക് 13/5. അത് ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇനി കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan ആണ്. ഓക്കെ, കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ആണ്. ടാൻ -12/5 ആണെന്നുണ്ടെങ്കിൽ കോട്ട് എന്തായിരിക്കും? -5/12 ആയിരിക്കും. കണ്ടോ? സൈന് കിട്ടി -12/13, കോസ് കിട്ടി 5/13, ടാന് കിട്ടി -12/5, ദെൻ കൊസീക്ക് കിട്ടി -13/12, സീക്ക് കിട്ടി 13/5, കോട്ട് കിട്ടി -5/12. ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക്. ടാൻ എക്സ് ഈക്വൽ ടു -5/12. എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. സെക്കൻഡിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ് കേട്ടോ. ആദ്യം 1 + tan square x = sec square x എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലോട്ട് നമ്മൾ പോവാണ്. ടാൻ എക്സിൽ സൈൻ ബൈ കോസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സൈൻ അറിയണം അല്ലെങ്കിൽ കോസ് അറിയണം. ഇത് രണ്ടും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ടാനിൻ്റെ വാല്യൂ നമ്മളവിടെ കൊടുക്കുക, -5/12 കൊടുത്തു. മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. 5ൻ്റെ സ്ക്വയർ 25 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്. ഇനി ഇത് ക്രോസ് ചെയ്യാം. 1 × 144 144 +25 ഡിവൈഡഡ് ബൈ 144. 144ലേക്ക് 25 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 169 കിട്ടും. ഇനി സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പോൾ +or- വരും. 169ൻ്റെ റൂട്ട് 13 ആണ്, 144ൻ്റെ റൂട്ട് 12 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അവിടെ ആരേ പോസിറ്റീവ് ഉള്ളൂ? സൈനും കൊസീക്കും ആണ്. സീക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ -13/12 എന്ന് വരും. ഓക്കെ, ഇനി സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos ആണ്. സീക്ക് എന്താണ്? 1/cos ആണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1/cos, ഈ കോസിനെ അപ്പുറത്ത് കൊണ്ടുവരാം. നമുക്ക് ആരുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയിരിക്കണം? സീക്കിനല്ല. ഈ കോസിനെ അപ്പുറത്ത് കൊണ്ടുവരാം. ഹരിക്കാനുള്ളപ്പുറം വരുമ്പോൾ ഗുണിക്കാനാവും. എന്നിട്ട് ഈ സീക്കിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം. ഗുണിക്കാനുള്ളപ്പുറം വരുമ്പോൾ ഹരിക്കാനാവും. അപ്പോൾ cos x = 1/sec ആയി. സീക്ക് എന്ന് പറഞ്ഞാൽ -13/12 ആണ്. ഇതിനെ തിരിച്ചിടാം. അപ്പോൾ എന്തായി? -12/13 എന്നായി. കോസ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സൈന് കാണണം. അതിന് നമ്മളുടെ കയ്യിൽ അതിനു മുമ്പ് നമുക്ക് കോട്ട് കാണാം കേട്ടോ. കോട്ട് സൈന് ഇപ്പോൾ ഏതൊക്കെ നമുക്ക് കിട്ടിയത്? ടാന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, സീക്ക് കിട്ടി, കോസ് കിട്ടി. ഇനി കോട്ട് എന്ന് പറയുന്നത് 1/tan ആണ്. ടാന് -5/12 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ തിരിച്ചിടുമ്പോൾ -12/5 എന്ന് വരും. അടുത്തത് ടാൻ = sin/cos ആണ്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? sin/cos ആണ്. ഇതിൽ കോസിനെ പുറത്ത് കൊണ്ട് ഹരിക്കാനുള്ള കോസ് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും, ഡിവിഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, കോസിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ടാനിൻ്റെ വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്. അത് അവിടെ ഇട്ട് കൊടുക്കുക. ടാൻ എന്നതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, കോസിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ഇതിൽ 12 ക്യാൻസൽ ആയി പോകും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ് കണ്ടോ. 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. ദെൻ ബാക്കിയുള്ളത് ഞാൻ ആരൊക്കെയാ? 5/13. അപ്പോൾ സൈനുമായി 5/13. ഓക്കെ, കൊസീക്ക് 1/sin ആണ്. കൊസീക്ക് സൈന് 5/13 ആണെന്നുണ്ടെങ്കിൽ കൊസീക്ക് എന്താവും? 13/5 ആവും. അതിനെ തിരിച്ചിടണ്ടേ? ഓക്കെ, അപ്പോൾ സൈന് കിട്ടി 5/13, കോസ് എന്ന് പറയുന്നത് -12/13, ടാൻ എന്ന് പറയുന്നത് -5/12. ഇനി ഇതിൻ്റെ റെസിപ്രോക്കലുകളാണ് വരുന്നത്. സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് 5/13 ഉള്ളത് എന്താവും? 13/5 ആവും. ദെൻ കോസ് ഉള്ളത് -12/13 എന്നുള്ളത് എന്താവും? -13/12 ആവും. ടാന് -5/12 എന്നുള്ളത് എന്താവും? -12/5 ആവും. ഓക്കെ, ടാനിൻ്റെ കോട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 5 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ബാക്കി 5 നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഈ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നാണ് വരുന്നത്. ഓൾ സ്റ്റുഡൻസ് ടേക്ക്
കോഫി. ആ ഒരു ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക കേട്ടോ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോസിറ്റീവാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ. പിന്നെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും. പിന്നെ ടേക്ക് ടി, ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും. കോഫി കോസും അതിൻ്റെ റെസിപ്രോക്കലായ സീക്കും. ഇങ്ങനെയാണ് ക്വാഡ്രന്റുകളിലെ പോസിറ്റീവ് വാല്യൂസ് വരുന്നത്. അപ്പോൾ സൈന് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ, അതിൽ നിന്ന് എങ്ങനെ ബാക്കി 5 എണ്ണം കാണാം. അതേപോലെ നമ്മളിവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് കണ്ടു. ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ തന്നിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യൂസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നുമല്ലത്. ട്രിഗണോമെട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനൊക്കെയാണ്. പക്ഷെ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അല്ലേ. സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ചില ഐഡൻറ്റിറ്റികളും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ.